ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ സഭ 3 നോമ്പിൽ കൂടി കടന്നു പോകുന്നു. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ പരിശുദ്ധ സഭയെ സംബന്ധിച്ച വലിയ നോമ്പിൻ്റെ മുന്നാസ്വാദനം എന്നാണ് 3 നോമ്പ്, നിനുവ നോമ്പ് അറിയപ്പെടുന്നത്. ഫോർത്ത് ടേസ്റ്റ്, മുന്നാസ്വാദനം. നിശ്ചയമായിട്ടും ഈ 3 നോമ്പ് അതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ചെറുതാണ് എങ്കിൽ കൂടിയും ഇതിൻ്റെ പ്രാധാന്യം കൊണ്ട് വലിയ നോമ്പിന് തത്തുല്യമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ടുള്ള ഒരു നോമ്പാണ് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. 3 നോമ്പ് അല്ലെങ്കിൽ നിനുവ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ചിത്രത്തിൽ യോന എന്ന പ്രവാചകനുണ്ട്. യോന പ്രവാചകൻ യാത്ര ചെയ്തതായിട്ടുള്ള ഒരു കപ്പലുണ്ട്. നിനുവ നഗരമുണ്ട്. തർസീസ് എന്ന പ്രദേശമുണ്ട്. യോപ്പ എന്ന തുറമുഖമുണ്ട്. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് യാത്ര ചെയ്തപ്പോൾ വലിയ കാറ്റടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യഹോവ കൽപ്പിച്ചാക്കിയതായിട്ടുള്ള ഒരു മത്സ്യം യോനയെ വിഴുങ്ങുവാൻ തക്കവണ്ണം കടലിലായിരിക്കുന്നതും നമുക്കറിവുള്ളതാണ്. യഹോവ കൽപ്പിച്ചതനുസരിച്ച് 3 ദിവസത്തിന് ശേഷം ഈ മത്സ്യം യോനയെ കരയിൽ ഛർദ്ദിക്കുന്നതായിട്ടും രണ്ടാമത് യോനയെ വീണ്ടും യഹോവ വിളിച്ച് നിനുവയിലേക്ക് പോകുവാൻ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരം യോന പ്രവാചകൻ യാത്ര ചെയ്ത് നിനുവയിലെത്തി നിനുവയ്ക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രവാചകൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട്, പ്രതീക്ഷിച്ചതിനും വിരുദ്ധമായിട്ട് അവര് ആ വാക്കുകൾ കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ അടുക്കുകയും അവർക്കുണ്ടാകാൻ പോകുന്നതായിട്ടുള്ള ശിക്ഷാവിധിയിൽ നിന്നും അവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ എന്ന് വേർതിരിക്കാറുണ്ട്. അത്തരത്തിൽ 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന പ്രവാചകൻ. യോന എന്ന് കേൾക്കുമ്പോൾ നിനുവ നഗരമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. യോനയെ പോലെ തന്നെ നിനുവ നഗരത്തെ പറ്റിയുള്ള ഒരു പ്രവചനം ലഭിക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് നഹൂം പ്രവാചകന്റെ പുസ്തകവും. സത്യവെളിച്ചം ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള നിനുവയിലെ ജനങ്ങൾ യഹോവയുടെ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് ചെന്ന് യോനാ പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ ആ വെളിച്ചത്തെ സ്വീകരിക്കുന്നതായിട്ടും വെളിച്ചം ഉള്ളവരായിട്ട് മാറുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഏകദേശം 100-150 വർഷം പിന്നിട്ടപ്പോഴേക്കും തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് പഴയതിന് മോശമായ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു ജനത്തെ നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. ഒരിക്കൽ വെളിച്ചം ലഭിച്ചതായിട്ടുള്ള ജനത കുറെ കാലത്തിന് ശേഷം 150 വർഷത്തിന് ശേഷം വെളിച്ചമില്ലാത്തവരായിട്ട് മാറുന്നതാണ് നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നത്. യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. അമീഥായുടെ മകനായിട്ടുള്ള യോനായെ യഹോവയായ ദൈവം വിളിക്കുകയാണ്. യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാവുകയാണ്. അരുളപ്പാട് ഇപ്രകാരമാണ്: നീ പുറപ്പെട്ട് മഹാനഗരമായ നിനുവയിലേക്ക് ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുക എന്നുള്ളത്. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ നിനുവ വിജാതീയ പട്ടണമാണ്. സത്യദൈവത്തെ അറിഞ്ഞുകൂടാത്ത ജനതയാണ് അവിടെ വസിക്കുന്നത്. ഒരുപക്ഷെ യഹോവയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത, അല്ലെങ്കിൽ സത്യദൈവത്തെ അറിഞ്ഞുകൂടാത്ത ഒരു ജനത്തിന്റെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് വിരോധമായിട്ട് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ജീവൻ പണയപ്പെടുത്തി പ്രസംഗിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ത് തന്നെ ആയാലും യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ പദ്ധതിയെ നിരസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പദ്ധതിയോട് നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് മറ്റൊരു ദേശത്തേക്ക്, തർസീസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുകയാണ്, യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു.
അതായത് യോനായ്ക്ക് ദൈവികമായ വെളിപാട് ലഭിക്കുമ്പോൾ യോന ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നു. പ്രവാചകന്മാർ ദൈവത്തിന്റെ നാവുകളാണ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ നാവായിട്ട് വർത്തിക്കേണ്ടതായിട്ടുള്ള യോന ദൈവസന്നിധിയിലായിരുന്നു. യോന ഓടിപ്പോകുന്നത് ആ ദേശത്ത് നിന്നല്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് യോഫാവിലേക്ക് ചെല്ലുന്നതായിട്ടാണ് വേദഭാഗത്ത് പറയുന്നത്. ഈ യോഫാവ് എന്നുള്ളത് യോപ്പ എന്നുള്ള ഒരു തുറമുഖ പ്രദേശം കൂടിയാണ്. യോഫ എന്നുള്ള അല്ലെങ്കിൽ യോഫാവ് എന്നുള്ള തുറമുഖം 2 ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിലും എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന തുറമുഖമാണ്. വളരെ പ്രാചീനമായിട്ടുള്ള തുറമുഖമാണ്. അതിന് മറ്റൊരു പ്രത്യേകത, അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു തുറമുഖമായിരുന്നു എന്നുള്ളതാണ്. ഈ തുറമുഖത്തെത്തി കപ്പൽ കയറി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് യോപ്പയിലെത്തി അവിടെ നിന്നും കപ്പൽ കയറുകയാണ്. ദൈവം യാത്ര ചെയ്യണം എന്നാഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട് സ്വന്തമായിട്ട് കപ്പലിന് കൂലി കൊടുത്ത് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ കപ്പൽ യാത്രയിലായിരിക്കുമ്പോൾ അടിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. ഇവിടെ കൊടുങ്കാറ്റിനെ പറ്റി പറയുന്നത് പ്രകാരമാണ്. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും തന്നെയും ഭയപ്പെട്ടു. താങ്കളുടെ ദേവന്മാരെ അവർ വിളിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും അറിയാതെ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കൽപ്പനയെ നിരസിച്ചുകൊണ്ട് നിഷേധാത്മകമായ സമീപനം വെച്ചുകൊണ്ട് ദൈവം ആഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട് യാത്ര ചെയ്ത് തർസീസിലേക്ക് പോകുന്നതായിട്ടുള്ള കപ്പലിൽ കയറി കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായിട്ട് ഉറങ്ങുന്ന യോനയെ ഉണർത്തിക്കൊണ്ട് കപ്പൽക്കാർ പറയുകയാണ്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാക്ഷിക്കും എന്ന് പറയുകയാണ്. ഒരുപക്ഷെ സത്യദൈവത്തെ അറിയാത്തതായ മനുഷ്യർ ദൈവത്തെ അറിയുന്ന യോനാ പ്രവാചകനോട് പറയുകയാണ്, ഇത്രയും വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, വലിയ കാറ്റടിക്കുന്നു, കോളൊക്കെ ഉണ്ട്, കപ്പലാടി ഉലയുകയാണ്, നമ്മുടെ ജീവൻ തന്നെ ആപത്തിലായിരിക്കുകയാണ്. നീ എങ്ങനെയാണ് നിനക്ക് ഉറങ്ങുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാക്ഷിക്കും എന്ന് പറയുകയാണ്. അത്തരത്തിൽ യോന ഉറക്കം ഉണരുകയാണ്. അവരെ ചീട്ടിടുന്നതായിട്ട് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഏറെ പരിചിതമാണ്. കാരണം കേവലം 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 3 നോമ്പിന്റെ സമയത്തൊക്കെയും ഈ അധ്യായങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വേദഭാഗം കൂടിയാണ്. അവർ ചീട്ട് ഇടാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ്. കാരണം അവരുടെ ഇടയിലുള്ള ഒരു രീതിയായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ അത് ആര് മുഖേനയാണ് ഉണ്ടാകുന്നത് എന്നറിയുവാൻ തക്കവണ്ണം അവര് ചീട്ടിടുമായിരുന്നു. അത്തരത്തിൽ ചീട്ട് യോനായ്ക്ക് വീഴുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതായിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. യോനായോട് കപ്പൽക്കാർ അല്ലെങ്കിൽ കപ്പലിന്റെ പ്രമാണി ചോദിക്കുകയാണ്, നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. ഒരർത്ഥത്തിൽ ഒരാളുടെ പേര് ചോദിക്കുക, ഒരാളുടെ ദേശം ചോദിക്കുക, ഒരാളുടെ ജാതി ചോദിക്കുക, എന്താണ് ജോലി ചോദിക്കുക, ഇതൊക്കെയും ആ ആളിനെ നിർവചിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ പേര് പറയും, നമ്മുടെ സ്ഥലം പറയും, നമ്മുടെ ജോലി പറയും. കാരണം ഒരാളിനെ നിർവചിക്കുന്നതിന് പേരും അഡ്രസ്സും ഒക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ കപ്പൽക്കാർക്ക് യോന കൊടുക്കുന്നതായിട്ടുള്ള മറുപടി ഇതാണ്, ഞാനൊരു എബ്രായനാണ്, ഞാൻ അബ്രഹാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ യഹൂദ ജനമാണ്, അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന്, ഞാനൊരു എബ്രായനാണ് എന്ന് പറയുകയാണ്. അതിനോട് ചേർത്ത് പറയുകയാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എബ്രായനാണ്, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ ആരാധിച്ചു വരുന്നവനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് പറയുകയാണ്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കപ്പൽക്കാർക്ക് എന്തോ പന്തികേട് മനസ്സിലായി. നിശ്ചയമായിട്ടും യോനായ്ക്ക് നറുക്ക് വീണു. യോന മുഖേനയാണ് ഈ അനർത്ഥമൊക്കെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, നീ എബ്രായനാണ് എന്നും കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്നവനാണ് എന്ന് നിനക്ക് അറിവുണ്ടായിട്ടും നീ എന്തിന് ദൈവത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കപ്പൽക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ യോന തന്നെ എടുത്ത് കടലിലേക്ക് എറിയുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. എന്നാൽ കപ്പൽക്കാർ തണ്ട് വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ കൂടിയും കപ്പലിന് കരയിലേക്ക് അടുക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ മനുഷ്യനെ കടലിലേക്ക് ഇടുകയാണ്. ഈ കാറ്റുണ്ടാകുന്നത് യഹോവ കൽപ്പിച്ചതനുസരിച്ച്. ഈ കടലിൽ ഒരു മത്സ്യം വന്ന്, വലിയ മത്സ്യം വന്ന് യോനായെ വിഴുങ്ങുവാൻ തക്കവണ്ണം ആയിരിക്കുന്നതും യഹോവ കൽപ്പിച്ചതനുസരിച്ചാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അത്തരത്തിൽ യോനായെ വിടുകേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നു. നമ്മൾ ഇത് നൽകുന്നതായിട്ടുള്ള സന്ദേശം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുമാണ് യോന ഓടുന്നത്. 139 സങ്കീർത്തനം 7 വാക്യം മുതലുള്ള വേദഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്ന് പാർത്താൽ അവിടെയും സാന്നിധ്യമുണ്ട്. ആകാശത്തിലോ ഭൂമിയിലോ സകലത്തിലും ദൈവമുണ്ട്, ദൈവത്തെ ഒളിക്കുവാനാവില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇവിടെ യോന തന്റെ നിയോഗം വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ കൽപ്പിച്ചാക്കിയതായിട്ടുള്ള മത്സ്യം യോനായെ വിഴുങ്ങി. 3 ദിവസം ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ്. ജോൺ ക്രിസോസ്റ്റം സഭാപിതാവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കപ്പൽ യാത്രക്കാരൊക്കെയും കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ തക്കവണ്ണം ആ കപ്പലിലുണ്ടായിരുന്ന ചരക്കൊക്കെയും കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു. കപ്പലിലുണ്ടായിരുന്ന ചരക്കെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു എങ്കിൽ കൂടിയും കപ്പലിന്റെ ഭാരം കുറഞ്ഞില്ല, ഇതിന്റെ കുലുക്കുമോ കാര്യങ്ങളോ നിന്നില്ല എന്നുള്ളതാണ്. കാരണം ആ പിതാവ് പറയുകയാണ്, വ്യാപാരത്തിനായിട്ട് ഈ വ്യാപാരികളായിട്ടുള്ള ഈ കപ്പൽക്കാർ കരുതിയിരുന്ന ചരക്കിനേക്കാൾ ഭാരമുള്ള ഒന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അത് യോനായുടെ ഭാരമല്ല, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് യോന യാത്ര ചെയ്തപ്പോൾ യോനയുടെ അനുസരണക്കേടിന്റെ ഭാരം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കിനേക്കാൾ വലിയ ഭാരമായിരുന്നു എന്നുള്ളതാണ്. ആ കപ്പലിൽ നിന്ന് ഈ അനുസരണക്കേടിന്റെ ഫലമായിട്ട് യോനായെ വലിച്ച് കടലിലേക്ക് എറിഞ്ഞപ്പോൾ ആ ചരക്കിന്റെ ഭാരത്തേക്കാൾ ഉപരിയായിട്ടുള്ള വലിയ ഭാരം ആ കപ്പലിൽ നിന്ന് മാറി കപ്പൽ അല്ലെങ്കിൽ തിരമാലകളൊക്കെയും ശാന്തമാകുന്നതായിട്ടും ജോൺ ക്രിസോസ്റ്റം എന്ന പിതാവ് പറയുന്നു. നിശ്ചയമായിട്ടും മത്സ്യം യോനായെ വിഴുങ്ങുകയും 3 ദിവസത്തിന് ശേഷം കരയ്ക്ക് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. യോന കർത്താവിന്റെ ഒരു പ്രതീകമായിട്ട് പിതാക്കന്മാരൊക്കെയും വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിലൊക്കെയും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് അത് കാണുവാൻ കഴിയും. അതായത് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യത്തിലും ഇത്തരത്തിലുള്ള യോനായെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. എപ്രകാരമായിരുന്നോ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞത്, അപ്രകാരം നമ്മുടെ കർത്താവും
3 രാവും 1 പകലും പാതാളത്തിൽ കഴിഞ്ഞു എന്നുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. യോന രണ്ടാമതായിട്ട് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നിനിവേ നഗരത്തിലേക്ക് പോവുകയും അതിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേട്ട് ഒരുപക്ഷെ ഒരു പ്രസംഗം കേട്ട് ഒരു നാടൊന്നാകെ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ രക്ഷപ്പെട്ട നാട് നിനിവേ നഗരമാണ് എന്നുള്ളതാണ്. ഒരൊറ്റ പ്രസംഗം കൊണ്ട് രക്ഷപ്പെട്ട ഒരു നാടാണ് നിനിവേ നഗരം. നിനിവേ എന്നുള്ള പ്രദേശം അസീറിയയുടെ തലസ്ഥാനമായിട്ടുള്ള നിനിവേ എന്നുള്ള പ്രദേശം. അവിടെ അവരൊക്കെയും 40 ദിവസത്തേക്ക് വലിയൊരു ഉപവാസം പരസ്യം ചെയ്യുകയാണ്. അവരൊക്കെയും പശ്ചാത്തപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. രാജാവ് രാജകീയമായ വസ്ത്രങ്ങളൊക്കെയും ഉപേക്ഷിച്ച് ചാക്കുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയാണ്. അവരെല്ലാ അലങ്കാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചാരമൊക്കെയും തലയിൽ കൂടിയും ദേഹത്തുകൂടിയും ഒക്കെയും വിതറുകയാണ്. അവരുടെ ഭക്ഷണമൊക്കെയും മാറ്റിവെക്കുകയാണ്. രാജാവും പ്രജയും പണക്കാരനും പാവപ്പെട്ടവനും മൃഗങ്ങൾ ഉൾപ്പെടെ സകല ചരാചരങ്ങളും ഈ ആഹ്വാനം കേട്ടുകൊണ്ട് ഉപവസിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. അവർ രക്ഷ പ്രാപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ദൈവം അല്ലെങ്കിൽ യഹോവ അനുതപിക്കുന്നു എന്ന് ചിലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത്തരത്തിൽ അവർക്ക് വരുത്തുവാനിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയില്ല എന്ന് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായിട്ട് അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിശ്ചയമായിട്ട് ഈ നോമ്പിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നിനിവേ നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്ദേശം, ഒരു മനുഷ്യൻ എത്ര പാപിയായാലും ഒരു ദേശം എത്ര പാപത്തിലായാലും അനുതപിക്കുവാൻ തയ്യാറാണ് എങ്കിൽ അത് ക്ഷമിക്കുവാൻ തക്കവണ്ണം ദീർഘക്ഷമയുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. കേവലം സ്വന്തം ജനമെന്ന് കരുതുന്ന ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, മറിച്ച് സകല ജനത്തെയും രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം വലിയ വിശാലതയോടുകൂടി തൻ്റെ മക്കളായിട്ട് ചേർത്ത് കൊള്ളുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും യോനയോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം, നിനിവേയിലേക്ക് യാത്ര ചെയ്യാം. യോന കേട്ടതായിട്ടുള്ള, യോന പറഞ്ഞതായിട്ടുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, തിരികെ പിടിക്കുവാൻ, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിന്റെ സമയമായിട്ട് ഈ സമയത്തെ കാണുവാൻ, കരുതുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കാം, മുമ്പോട്ട് വന്ന്